നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് കാണുമ്പം ഒരു വിയേർഡായിട്ടൊക്കെ തോന്നാം കേട്ടോ, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. ഇതെന്ത് സംഭവമെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തേക്കുന്നത് ചാള, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ് കേട്ടോ. ഇതൊക്കെ ട്രഡീഷണലായിട്ട് ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സാധനമാണ്. പണ്ടൊക്കെ ഇത് അവർ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറും ആയിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഉമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വൺസ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കിത് ഇഷ്ടമായത്. പക്ഷേ ഉമ്മായും വാപ്പായും ഷിഫാനയും ഒന്നും ഇത് കഴിക്കത്തില്ല കേട്ടോ. അവർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് എന്തോ അങ്ങോട്ട് ഇപ്പോഴും യോജിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്. അത് ചൂടോടുകൂടി കഴിക്കുമ്പോഴേ എനിക്കതിനൊരു സംതൃപ്തി വരാറുള്ളൂ. പിന്നെ അത് ഞാൻ കഴിക്കാറില്ല കേട്ടോ. വൺസ് കഴിച്ച് ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് പെട്ടെന്ന് കഴിക്കുന്നതാണ്, പിന്നെ ഞാൻ കഴിക്കാറില്ല. ഓക്കെ, അപ്പം ബാക്ക് ടു പോയിൻറ്റ്. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് മീൻ കുറുക്കലാണ്. പണ്ടൊക്കെ ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചീനിമാവാണ്. ഇപ്പം നമ്മൾ ഗോതമ്പ് മാവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചീനിമാവും ഗോതമ്പ് മാവും ഇതിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ്. നമുക്ക് ചീനിമാവ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എല്ലാ പൊടിയും ഇട്ട് വെച്ചിരുന്ന ചാള വെന്തോന്നൊന്ന് നോക്കാം. വെന്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി അവിടെ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. ചിലരൊക്കെ വിചാരിക്കും ഇത് എന്തൊരു കോമ്പിനേഷനോ. സത്യത്തിൽ നിങ്ങൾ വൺസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കൊല്ലത്തുള്ള മിക്ക ആൾക്കാർക്കും ഇതൊക്കെ അറിയാമായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ മുൻപ് ഏതോ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ചില ആഫ്രിക്കക്കാരുടെ വീഡിയോസൊക്കെ കാണത്തില്ലേ, അതിനകത്ത് ഒരു ടപ്പിയോക്കയുടെ റെസിപ്പി കാണത്തില്ല, അതേ കണക്കത്തൊക്കെ തന്നെയാണ് കേട്ടോ ഇതും. നല്ല ടേസ്റ്റാണ്. നമ്മളിതിനകത്ത് കുറച്ചുകൂടെ മുളക് പൊടി പിന്നെ ഇട്ടായിരുന്നേ. അതായത് നമുക്കെന്തോ എരിവില്ലാന്ന് തോന്നിയിട്ട് ഇട്ടതാണ്. ഈ ഗോതമ്പ് മാവ് ഒഴിച്ചാൽ ഉടൻ തന്നെ ഇത് റെഡിയായെന്നാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സാധനം കുറുകി കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കൈയോടെടുത്ത് കഴിക്കാനും പറ്റും. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവേ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കുറച്ച് മുള്ളുള്ള ചാളയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിക്കാൻ അത്യാവശ്യം നല്ല പാടായിരുന്നു. നിങ്ങൾക്ക് മുള്ളില്ലാത്ത ചാള, അതായത് ഒരുപാട് മുള്ളൻ ചാള അല്ലാത്തത് കിട്ടിക്കഴിഞ്ഞാൽ ഇതുണ്ടാക്കാം കേട്ടോ. ചിലർ ചാളയ്ക്ക് മത്തിയെന്നും പറയാറുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാലും നിങ്ങൾക്ക് എങ്ങനത്തെ മീനാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. സാധനം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉമ്മ സ്റ്റൗ ഓഫ് ചെയ്തതും ഞാൻ വന്നെടുത്തതും ഒരുമിച്ചായിരുന്നേ. എനിക്കിത് ചൂടോടെ തന്നെ കഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നൂലേ. അങ്ങനെ ഞാൻ ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് കോരിയിട്ടിട്ട് കൊണ്ടുപോയി കഴിക്കുന്നുണ്ടേ. എനിക്ക് ഈ മീനോ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മിക്ക ആഹാരം കഴിച്ചാൽ എനിക്ക് സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ ആണെങ്കിൽ മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒരുപാട് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് വായിൽ മീനിൻ്റെ ചുവ ഒരുപാട് വരുവേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ശേഷം എന്തെങ്കിലും സ്വീറ്റ് കഴിക്കാറുണ്ട്. വീട്ടിൽ ഇന്ന് മിഠായി ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് വാപ്പായെ വിട്ടിട്ട് ഒരു പാൽപ്പൊടി മേടിച്ചിട്ട് അതാണ് കേട്ടോ ഇത് കഴിച്ചതിന് ശേഷം കഴിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.